അവന്റെ പിടിയിലൊന്ന് നിൽക്കണതല്ല ഇതെന്ന് ബോധ്യം നമ്മോ ഇട്ടിട്ട് പറഞ്ഞു കിട്ടാ ഇനിയെങ്കിലും നീ ഒന്ന് വന്ന് രക്ഷിക്കാൻ. രണ്ട് കൈയും ഉയർത്തി വിളിച്ചപ്പോഴാ തനിക്ക് വേറെ ആരും ആശ്രയമില്ല എന്നുത്തമമായ ബോധ്യം. തന്റെ ഭർത്താക്കന്മാരെല്ലാം അടിമകളായി നിൽക്കുന്നു, അവിടെ ഇനി തനിക്ക് വേറെ ആരും ആശ്രയമില്ല എന്ന ഉത്തമമായ ബോധ്യം വന്നപ്പോ പിടിവിട്ടുപോയി. പൂർണ്ണമായ ശരണാഗതി അടഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ മമ ഹൃദി നിവാസ രക്ഷമ. അതിനു മുമ്പ് വിളിച്ചതെല്ലാം ദ്വാരകാനാഥ കൃഷ്ണ, ഗോകുലവാസ കൃഷ്ണ എന്നൊക്കെയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൃഷ്ണൻ വരുമ്പോ പാഞ്ചാലി ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ഭഗവാനെ നിന്നെ എത്ര വിളിച്ച് എൻ്റെ തുണിയുടെ എല്ലാ അറ്റവും പോകുന്ന പിടി പറഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കിയില്ലേ, നീ എന്താ അന്നേരം ഒന്നും വരാഞ്ഞെന്ന് പറഞ്ഞു. നീ പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനിതിനാ വരുന്നത്. ഒന്ന്. രണ്ട്, നീ ആരെയാ വിളിച്ചേ? ദ്വാരകാനാഥനായ കൃഷ്ണനെ, പിന്നെ ഗോകുലവാസിയായ കൃഷ്ണനെയൊക്കെയാ. അവിടുന്നൊക്കെ വരണേ സമയം എടുക്കൂലേ? അവസാനം പറഞ്ഞേ മമ ഹൃദി നിവാസ കൃഷ്ണ എന്ന്. അപ്പൊ ഇറങ്ങി വരാൻ വലിയ നേരമൊന്നും വേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും എവിടെയാണോ ആർദ്രതയുള്ളത്, എവിടെയാണോ ആർത്തിയോടുകൂടി വിളിക്കുന്നത്, ആരാണോ ശരണാഗതി അടയുന്നത്, അവരോടൊപ്പം സർവദാ കൂടെ ഉണ്ടാവുകാറ് ഭഗവാൻ. ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ശരണാഗതി അടഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഉണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. എന്താ എന്താ കാരണം? എനിക്ക് കാശുണ്ട്, മോനുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്, ഉദ്യോഗമുണ്ട്. നാട്ടിലാണെ 30 സെന്റ് 2 നില വീടും 3 നില മതിലും 4 നില ഗേറ്റും അല്ലേ? 30 സെന്റ് വീടിനകത്ത് 2 നില വീട് വെച്ച് 3 നിലയ്ക്ക് മതില് കെട്ടി 4 നിലയ്ക്ക് ഗേറ്റും വെച്ച് ബോർഡും തൂക്കി. എന്താ ബോർഡ്? പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അതിനകത്ത് ആരുണ്ടെന്ന്, ഗേറ്റിനകത്ത് ആരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യന്മാരാരും അങ്ങോട്ട് ചെല്ലരുത്. മനുഷ്യന് എല്ലാം പറ്റുന്നിടമല്ല. ചിന്തിച്ചു നോക്കൂ. അപ്പൊ പിന്നെ നമ്മൾ എവിടാ ശരണായി? എന്തേലും ഇങ്ങോട്ട് വരുന്നേ, എന്നാലും എന്റെ ഭഗവാനെ നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഭഗവാൻ എന്തോ ചതി ചെയ്തെന്നാ വടികുത്താറായപ്പോഴാ ഭഗവാൻ ചതിച്ചത്. അതിനു മുമ്പ് ഇതെല്ലാം സമ്പാദിച്ചപ്പോ നീ ആരുടെ ഇതില്ല പിടി? അതെന്റെ പിടിക്കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി സമ്പാദിച്ചതാണ്. അതിനകത്ത് ആർക്കും അവകാശമുള്ള? ഭഗവാൻ ആർക്കൊന്നും അവകാശമില്ല. എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. പോകുമ്പോ എന്നാലും ഭഗവാനെ നീ അതെങ്ങനെയാ ഉണ്ടാക്കിയപ്പോ നിന്റെ മിടുക്കും, പോയപ്പോ ഭഗവാന്റെ കുഴപ്പമാവുന്നത് എങ്ങനെ? ഉണ്ടാക്കി നിനക്ക് ഇറങ്ങിക്കൂടായിരുന്നോ പിടിച്ചു നിർത്താൻ? നമ്മളൊരു ചൊല്ല് പറയും, താൻ പാതി. അപ്പൊ താൻ പാതി ദൈവം പാതിയാണെങ്കിൽ നമുക്കുള്ളതിന്റെ പാതി ആർക്ക് അവകാശപ്പെട്ടതാ? എന്താണെന്നും പറയാതെ താൻ പാതി ദൈവം പാതി ആണല്ലോ, സമ്മതിച്ചേ? അപ്പൊ എനിക്കുള്ളതിന്റെ പാതി ആരുടെ അവകാശപ്പെട്ടതാ? ഭഗവാൻ അവകാശപ്പെട്ടതാ. കൊടുക്കാറുണ്ടോ? പാതി പോയിട്ട് 1000-ൽ 1 അംശം കൊടുക്കുവോ? കോടിയിൽ 1 അംശം കൊടുക്കുവോ? ഇപ്പം ഇവിടൊക്കെ പിന്നെ 10 രൂപ 5 രൂപയൊക്കെ 1 രൂപ തൊട്ടൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? എടുത്ത എങ്ങനെ ചെയ്യാം? കാണിക്ക വഞ്ചിക്കാത്ത 1 രൂപ വീഴുന്ന കേട്ടാ പഞ്ചായത്ത് മുഴുവൻ കിട്ടുന്നു. ഇത്ര ശക്തിയിലാണ് കൂട്ടുന്നത്. നമ്മൾ എന്നാ ഇനി നേരെയാവണ? കുബ്ജ എന്ന് പറയുന്ന ത്രിവക്രെ ഭഗവാൻ ഒറ്റ ചവിട്ടിന് നൂത്തു അല്ലേ? പെരുവരയിൽ എന്ന് ചവിട്ടി
ചവിട്ടി താടിക്ക് പിടിച്ചൊന്ന് പൊക്കിയപ്പോൾ 3 വളവും നിവർന്ന് സുന്ദരിയായി. നമുക്ക് എത്ര വളമുണ്ട്? ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഭഗവാൻ നമ്മളെ ചവിട്ടി പൊക്കാൻ വരാത്തത് നമുക്ക് 3000 വിളവും 300 വളവുമാണ്. കുറ്റയ്ക്ക് 3 ഉണ്ടായിരുന്നു. ഉമ്മണി ഒരു ചവിട്ടൊന്നും ചവിട്ടിയാൽ നേരെ ആവത്തില്ല. നമ്മളത് ഭഗവാൻ അറിയാറുണ്ട്. പോണ വഴിക്കൊക്കെ നാരായണനെ തപ്പി ആര് പോണത്? ധ്രുവം പോണത്. നാരദരെ കണ്ടു ചോദിച്ചു, കുട്ടി എങ്ങോട്ടാ യാത്ര? നാരായണനെ കാണാൻ പോവാ. നിഷ്കളങ്കമായ മറുപടിയാണ്. എൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഞാൻ നാരായണനെ കാണാൻ പോവാ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെ പിന്നെ ആരുടെ അനുഗ്രഹം വേറെ വേണ്ടേ? ഒരു ഈശ്വരനെ അനുഗ്രഹിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം നേടിയെടുത്തെങ്കിൽ ഒരു ഗുരുവും അനുഗ്രഹിക്കേണ്ട, ഒരു ഈശ്വരനും അനുഗ്രഹിക്കേണ്ട. പ്രപഞ്ചം മുഴുവൻ നിന്റെ കാൽക്കൽ വരും. പക്ഷെ ആരെല്ലാം അനുഗ്രഹിച്ചാലും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു പുഴുവിനേക്കാൾ കഷ്ടമായി നിന്റെ ജീവിതം തുലഞ്ഞു പോകും. ഇന്ന് നമുക്ക് വേണ്ടാത്ത അനുഗ്രഹം ആരുടെ ഉള്ളൂ? അച്ഛൻ്റെ അമ്മയുടെ ഉള്ളൂ. അവരെവിടാ? നമ്മൾ സേഫായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഓൾഡ് സ്റ്റോറേജ് ഹോം എന്തുവാ അങ്ങനെ കണ്ടൊരിടമുണ്ടെന്നാണ് പറയുന്നത്. ഒരു കണക്കിന് അതാ സത്യം. ഓൾഡ് സ്റ്റോറേജ് ഹോം അല്ലേ? നാളെ നിന്റെ ഗതി എന്താ? നീ കണ്ട? ഞാൻ പറയാറുണ്ട്, ഇന്ന് നീ നിന്റെ അമ്മയും അച്ഛനെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി, നല്ല കാര്യം. പക്ഷെ നാളെ നിന്റെ മക്കൾ അതിന് പോലും മെനക്കെടുക്കില്ല. വാതിൽ തുറച്ചു പുറത്തൊരു ചവിട്ടി ചവിട്ടിയിട്ട് ഇറങ്ങി പോയിട്ടാണുണ്ട്. അവർക്ക് കൊണ്ടാക്കാൻ പോലും നേരം ഉണ്ടാവില്ല. ഉറപ്പാണ്. കാരണം നീ ഇട്ടതേ തിരിച്ചു കിട്ടും. നെല്ല് വിതച്ചാൽ എന്തേ കിട്ടൂ? നെല്ലേ കിട്ടു, ഗോതമ്പ് കിട്ടില്ല. ഓർത്ത് വെച്ചോണം. ഇതൊക്കെ ശരിക്ക് എഴുതി കിട്ടണം. അവരെ ഒരു നോക്ക് കാണാൻ നമുക്ക് നേരെയില്ല. നീവില്ല. മക്കളെ നീ ഓണത്തിന് ഓ തിരക്കാമേ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞോന്നറിയില്ല, ഒരിടത്ത് ചെന്നപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് കരഞ്ഞോണ്ട് വന്നു.